നമ്മൾ വാണിയമ്പലത്തുള്ള ജയപാലൻ ഹോട്ടലിലാണ്. മോര്, രസം എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പൂഴത്തിൽ മനയിലേക്കാണ് എത്തിയിരിക്കണേ. പൂഴത്തിൽ മന എന്ന് പറഞ്ഞില്ല, നമ്മുടെ വരിക്കാശ്ശേരി മന കഴിഞ്ഞിട്ട് പൂഴത്തിൽ മനയിലേക്ക് എത്തി. ഇവിടെയാണ് ഇന്നിൻ്റെ മൊയ്തീനൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. കാണിച്ചു തരാം കേട്ടോ. ഇത് വരിക്കാശ്ശേരി മന കഴിഞ്ഞ് തൊട്ടിപ്പുറത്ത്, അതായത് ഒരു 2 കിലോമീറ്റർ ഇപ്പുറത്ത് മാറിയിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു മനയാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും വരിക്കാശ്ശേരി മന വരുന്ന ആൾക്കാർ ഈ മനയെ കൂടിയും ഒന്ന് വിസിറ്റ് ചെയ്യാം. ഒരുപാട് മലയാള സിനിമകളുണ്ട്, നമുക്കങ്ങനെ ഓർമ്മ കിട്ടുന്നില്ല. അതിൻ്റെ തൂണൊക്കെ നോക്കൂ. അതായത് ഈ തൂണൊരു പ്രത്യേകതയുണ്ട്. വെട്ടുകല്ലിൽ ഒരു ചുണ്ണാമ്പ് മിക്സ് ചെയ്തൊരു മിശ്രിതമാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഈ ലെയറുകൾ ഇങ്ങനെ പെയിൻ്റ് അല്ല കേട്ടോ, അത് ഒരു ചുണ്ണാമ്പ് മിശ്രിതമാണ്. ഈ സിറ്റ് ഔട്ടൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. കുറേ സിനിമകളിൽ വന്നിട്ടുള്ള ഒരു സിറ്റ് ഔട്ടാണിത്. എത്ര സിനിമാ നടന്മാരും നടിമാരും വന്നിട്ടുള്ളൊരു പൂമുഖാന്നറിയോ. തീർച്ചയായിട്ടും ഈ ഒരു മന നിങ്ങൾ കാണുമ്പോഴേ, നമ്മുടെ വരിക്കാശ്ശേരി മന മാത്രമേ നമ്മൾ ആൾക്കാർ വിസിറ്റ് ചെയ്യുള്ളൂ. തൊട്ടപ്പുറത്ത് ഇങ്ങനത്തെ ഒരു മനയുണ്ട്, അത് ആരും അറിയില്ല. ഒറ്റപ്പാലത്തിൻ്റെ പ്രത്യേകത പറഞ്ഞാലേ ഒരുപാട് മനകളുണ്ട്. നമുക്കത് എല്ലാ മനയും ഇതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. ഞാൻ കുറേ മനകളൊക്കെ ഞാൻ ഇതിൽ കാണിച്ചു തരാം, അല്ലെങ്കിൽ സിനിമ ലൊക്കേഷൻസ് കാണിച്ചു തരാം. ഇതാണ് സംഭവം. അടിപൊളി മനയാണ് കേട്ടോ. ശരിക്കും പഴയ ആൾക്കാരൊക്കെ ഇങ്ങനെ അവരുടെയൊക്കെ ഒരു സൃഷ്ടി എന്ന് പറഞ്ഞാൽ ശരിക്കും റെസ്പെക്റ്റ് ചെയ്തേ പറ്റൂ, സമ്മതിക്കണം. ഇപ്പം ഈ മനയിൽ താമസമുണ്ട്, 1-2 പേരുണ്ട് ഇവിടെ. പിന്നെ അനന്തഭദ്രം എന്ന സിനിമയിൽ പൃഥ്വിരാജ് സാറിൻ്റെ അതൊക്കെ ഷൂട്ട് ചെയ്ത് ഇവിടെയാണ് കേട്ടോ. അനന്തഭദ്രത്തിലെ മനോജ് കെ ജയൻ സാറൊക്കെ ഒന്ന് ചാടി വീഴുന്ന സീനൊക്കെ ഇല്ലേ, അതൊക്കെ ഇവിടെ നിന്നാണ് ചാടി വീഴുന്നത്. ഒരു തൂണിൻ്റെ മുകളിൽ പിടിച്ചിട്ട് ചാടുന്നൊരു സീനൊക്കെ ഇല്ലേ, അത് ഇവിടെയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നമ്മളിതിവിടെ ഒരു ബാരിയർ വെച്ച് വയ്ക്കാം. അപ്പോൾ അങ്ങോട്ട് കടക്കാം, നമ്മൾ അതിക്രമിച്ച് കയറാൻ പാടില്ല, ഒരു മനയല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കയറിയിട്ട് എടുക്കണില്ല, പുറത്ത് നിന്നിട്ട് ഷൂട്ട് ചെയ്യുന്നുള്ളൂ. പിന്നെ സിനിമാക്കാരൊക്കെ വന്നാലേ വീട് അങ്ങോട്ട് മാറ്റും അവർ, അത് അവരൊരു പ്രത്യേകത കേട്ടോ. ഇപ്പോൾ ഈ കാണുന്ന ഒരു പൊസിഷനാവില്ല നമ്മൾ സിനിമയിൽ കാണുമ്പോൾ. ഇപ്പോൾ നമ്മളിപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ മാമാങ്കം, ആ സിനിമയിലൊക്കെ ഇവിടെയാണ് കംപ്ലീറ്റ് സെറ്റ് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീടൊക്കെ ശരിക്കും മനസ്സിലാവില്ല. അപ്പോൾ നമുക്കേ അവിടെ പോയ ഒരു കുളം കാണിച്ചു തരാം ഞാൻ. പിന്നെ ഇവിടെ ഒരുപാട് സിനിമ അല്ലാതെ നമ്മുടെ പരസ്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ചിത്രീകരിക്കാറുണ്ട്. ഞാൻ പറഞ്ഞ ആ സർപ്രൈസ് ഇതാണ് കേട്ടോ. കണ്ടാ എങ്ങനെയുണ്ട് സംഭവം? നമ്മളങ്ങോട്ട് ഇറങ്ങണില്ല, നമ്മൾ അതിക്രമിച്ച് അങ്ങോട്ടൊന്നും ഇറങ്ങി നിൽക്കണില്ല. എന്താ വെച്ചാൽ വഴുക്കലൊക്കെ ഉണ്ട്, നമ്മളതിന് ചിലപ്പോൾ സ്ലിപ്പായി പോയാൽ പണിയാവും. അതുകൊണ്ട് ആ പഴയ തനിമ ഒട്ടും ചോർന്നിട്ടില്ല. ഒരുപാട് സിനിമകളുള്ള ഒരു കുളമാണിത്. ഇവിടെ നിന്നിട്ട് ഒന്നുകൂടി കാണാം. കണ്ടാ തനിമ ചോർന്നിട്ടില്ല ഒട്ടും തന്നെ. ഇപ്പോഴതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം കേട്ടോ. ഇപ്പോഴും ഇതേപോലെയൊക്കെ കുളങ്ങൾ കാണാമെന്ന് പറയുമ്പോൾ. പിന്നെ അവിടെ നിന്ന് വന്നാൽ പിന്നെ കാണുന്ന കാഴ്ചയാണല്ലേ, തൊട്ട് ഇപ്പുറത്തായിട്ട് വിശാലമായിട്ടുള്ള പാടങ്ങളാണ്. കണ്ടാ ഇത്ര പാടം നോക്കി. നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മളിപ്പോൾ വന്നേക്കണ എവിടെയാണെന്ന് അറിയുമോ? നമ്മുടെ തൂവാനത്തുമ്പികളൊക്കെ ഷൂട്ട് ചെയ്തിട്ടില്ലേ, ആ വീട്ടിലാണ്. അതുപോലെ നാട്ടുരാജാവ് അതൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു വീടാണിത്. പുറകിൽ കാണണ്ട, ഇവിടെയാണ് നമ്മുടെ തൂവാനത്തുമ്പികൾ. നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ലല്ലോ, നമ്മുടെ ലാലേട്ടൻ്റെ ഒരു ഗംഭീര ഒരു ക്യാരക്ടർ ചെയ്തിട്ടുള്ള സിനിമയാണ് പത്മരാജൻ സാറിൻ്റെ. ഈ വീട്ടിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ കണിയമ്പറ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അതായത് 7th ഡേ ഹോസ്പിറ്റലുണ്ട്, അതിൻ്റെ തൊട്ട് പുറകിലായിട്ടാണ് ഈ വീട് വരുന്നത്. വരിക്കാശ്ശേരി മനയിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ അപ്പുറം.
അവിടെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നമ്മളെന്താ വെച്ചാൽ വീണ്ടും ഉള്ളിൽ നിന്ന് പോയിട്ട് ഷൂട്ട് ചെയ്യുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെയൊക്കെ ആൾക്കാർ താമസമുള്ള വീടുകളാണ്. വരിക്കാശ്ശേരി മന മാത്രമാണ് താമസമില്ലാത്തുള്ളൂ. ഇവിടെയൊക്കെ ആൾക്കാർ താമസമുണ്ട്. അതുകൊണ്ട് ഉള്ളിലേക്ക് കയറി ഷൂട്ട് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് പുറത്തുനിന്നുള്ള കാഴ്ചകൾ മാത്രമാണ് ഷൂട്ട് ചെയ്യുന്നുള്ളൂ. തൊട്ട് പുറകിലുണ്ടല്ലേ അവിടെ ഒരു അമ്പലമുണ്ട്. അമ്പലത്തിൻ്റെ ഇപ്പുറത്തെ ഭാഗമായിട്ട് വീടിൻ്റെ ഇങ്ങേ സൈഡ് ഇവിടെ ആശാരി വർക്കുകളൊക്കെ നടക്കണമായിരുന്നേ. കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടായിരിക്കും വീഡിയോയിൽ, ക്ഷമിക്കണം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോവുകയാണ് അടുത്ത ലൊക്കേഷനിലേക്ക്. അടുത്ത ലൊക്കേഷൻ പറഞ്ഞാൽ ഒളപ്പമണ്ണ മനയാണ് അടുത്ത ലൊക്കേഷൻ നമ്മുടെ. അപ്പോൾ നമ്മൾ ഓരോ ലൊക്കേഷനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വാണിയംകുളം എത്താറായി. ആ ഫുഡ് കഴിക്കണം. ഉച്ചക്കലത്തെ ഭക്ഷണം കഴിക്കണ്ടേ? അല്ലേടാ ആകെ മുഖത്ത് ക്ഷീണം വന്നു തുടങ്ങി. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റോപ്പാണ് നമ്മുടെ വാണിയംകുളം അല്ല. അപ്പോൾ നമ്മൾ അവിടെ വണ്ടി നിർത്തിയതിന് ശേഷം ഇവിടെ സിനിമാക്കാരൊക്കെ സ്ഥിരമായിട്ട് ഭക്ഷണം കഴിക്കുന്നൊരു ഹോട്ടലുണ്ട്. അവിടേക്കാണ് നമ്മൾ പോണേ. അപ്പോൾ നമ്മൾ വാണിയംകുളത്തുള്ള ജയ്ഭാരത് ഹോട്ടലിലാണ്. ഒരുപാട് സെലിബ്രിറ്റികളും ആൾക്കാരൊക്കെ വന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു ഹോട്ടലാണ്. അച്ചാറുണ്ട്, പിന്നെ എരിശ്ശേരി ഉണ്ട്, ഉപ്പേരി ഉണ്ട്, പിന്നെ നല്ല സാമ്പാറും ഉണ്ട്. പപ്പടം വരുന്നുണ്ട്. പപ്പടം. അപ്പോൾ വാണിയംകുളം വരുമ്പോൾ മറക്കണ്ട ജയഭാരത് ഹോട്ടൽ കേട്ടോ. നല്ല അടിപൊളി ഭക്ഷണം കഴിക്കാം. ഞാൻ തുടങ്ങിയാലോ. മോര്, രസം എല്ലാം ഉണ്ട് കേട്ടോ. ഒന്നും പറയാല്ലേ, ഇനി കഴിച്ചിട്ട് എക്സ്പീരിയൻസ് പറയാം. അടിപൊളിയാ. നല്ല കായത്തിൻ്റെ ആ ഒരു ഫ്ലേവറാണ് സാമ്പാറിൽ കൂടുതൽ കിട്ടുന്നത്. ഉപ്പേരി നോക്കട്ടെ. ഉപ്പേരി അടിപൊളിയാ. എരിശ്ശേരി അതുപോലെ അച്ചാറ് പടുത്തുപൊടി നാരങ്ങ ഉണ്ടാക്കിയ അച്ചാറാണ് കേട്ടോ. കുഴപ്പമില്ല, നന്നായിട്ട്. വെജ് കൂടുതൽ കഴിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ജയഭാരത് പ്രിഫർ ചെയ്യാം. അപ്പോൾ ഊണൊക്കെ കഴിച്ചു. ഞാൻ അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ പ്യൂർ വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റാണിത്. അപ്പോൾ വെജ് നല്ല രീതിയിൽ കഴിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇടയ്ക്ക് പോന്നോളൂ, ധൈര്യമായിട്ട് പോന്നോളൂ. വാണിയംകുളത്താണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ജയഭാരത് എന്നാണ് പേര്. ഇവിടെ സിനിമ ഷൂട്ടിങ്ങിൻ്റെ ആൾക്കാരും സിനിമയിലുള്ള ആൾക്കാരും മൊത്തം ഭക്ഷണം കഴിക്കുന്നത് ഈ ഹോട്ടലിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ മേലേപ്പറമ്പിലാണ് വീട്. അരയന്നങ്ങളുടെ വീടൊക്കെ ഇല്ലേ, അതൊക്കെ ഷൂട്ട് ചെയ്ത ആ വീടിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. പക്ഷെ ഇപ്പോൾ കോവിഡിൻ്റെ ഒരു ഇഷ്യൂ കാരണം ആൾക്കാരെ ഉള്ളിലേക്ക് കയറ്റി വിടണില്ല. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ അവിടെ ഷൂട്ട് ചെയ്യണില്ല. അപ്പോൾ ഇതാണ് ആ സ്ഥലം. അപ്പോൾ വരുന്നവർ പനയൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വരിക. അതായത് വാണിയംകുളത്ത് നിന്ന് റൈറ്റ് തിരിഞ്ഞ് പോയാൽ പനയൂർ എത്തും. വാണിയംകുളത്ത് നിന്ന് 2 കിലോമീറ്റർ പോന്നാൽ മതി. അപ്പോൾ പനയൂർ എത്തും. അപ്പോൾ ഇതാണ് ആ സ്ഥലം. ഈ ഗേറ്റ് കടന്നിട്ട് വേണം നമുക്ക് ഉള്ളിലേക്ക് കയറാൻ.
അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു കാഴ്ച ഉണ്ട്. ഞാൻ പിന്നെ അത് ഒരു ദിവസം വന്ന് ഷൂട്ട് ചെയ്തോളാം കേട്ടോ. എന്താ ലൊക്കേഷൻ അല്ലേ, അടിപൊളി. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പോകുന്നതിന് ശേഷം പിന്നെ വേറൊരു സ്ഥലത്തേക്ക് എത്തിക്കുകയാണ്. ഇതിൻ്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇത് അനങ്ങനടി എക്കോ ടൂറിസം പ്രൊജക്റ്റ് എന്നതിൻ്റെ പേര്. ഇത് അനങ്ങനടി, അതായത് നമ്മുടെ ചെറുപ്പശ്ശേരി പോണ റോഡിലാണ് ഈ സ്ഥലം വരുന്നത് കേട്ടോ. അനങ്ങനടി പാറയുണ്ട്, അതിൻ്റെ അടിയിലാണ് ഇത് സ്ഥിതി ചെയ്യണത്. ഇവിടെയാണ് നമ്മുടെ ആകാശഗംഗയില്ലേ, അതൊക്കെ ഷൂട്ട് ചെയ്ത് ഇവിടെയാണ്. അതൊക്കെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തേക്കണത്. അതിൽ അവിടെയൊക്കെ ഇരുന്നിട്ടുള്ള പാട്ട് സീനൊക്കെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ സിനിമയുടെ കാര്യം വീണ്ടും പറഞ്ഞത്, ഇത് സിനിമയാണ് ആക്ച്വലി ഇവിടെ കൂടുതൽ എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് കേട്ടോ സിനിമ പറയണേ. ഇത് ടൂറിസം ഡെസ്റ്റിനേഷൻ ആണ് ശരിക്കും, ഒരു ഗ്രാമാന്തരീക്ഷത്തിലുള്ള ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ. നമ്മളെല്ലാവരും ഈ മൂന്നാറും തേക്കടിയൊക്കെയല്ലേ പോണത്, വയനാട്. ഞാൻ കാണിക്കണത് സിനിമ ലൊക്കേഷനോടുകൂടി പിന്നെ അത് ടൂറിസം മേഖലയിലേക്ക് കടന്ന സംഭവത്തിനെ കുറിച്ച് പറയണേ. നമുക്കിനി അങ്ങോട്ട് നിന്ന് നടന്നു നോക്കാം, എന്തൊക്കെയാ അവിടുത്തെ കാഴ്ചകളെന്ന് കാണാം. ഇവിടെ വന്നാലും ഇവിടെ നിന്നാണ് അതിൻ്റെ ഉത്ഭവം. ഒരു രക്ഷയില്ലാത്ത കാഴ്ച കണ്ടോ നിങ്ങൾക്ക്. പണ്ട് കാലത്തൊക്കെ വരുമ്പോഴേ അതുപോലെയുള്ള പില്ലറില്ലേ, ആ കണ്ടടാ ആ സംഭവം കെട്ടിയിട്ടില്ലേ, ആ സംഭവം അതിൻ്റെ ആയിരുന്നില്ല, എപ്പോൾ കെട്ടിയിട്ടുള്ളത് അതൊക്കെ. ആ പിടിച്ചിറങ്ങാനൊക്കെ ആയിട്ടുള്ള സ്റ്റെപ്പുകളൊക്കെ. നല്ല കാറ്റുണ്ട്, നല്ലൊരു തണുത്ത അന്തരീക്ഷമാണ്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ തുലാവർഷം കാലഘട്ടത്തിലാണുള്ളത് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഒരു ആംബിയൻസ് ഇവിടെ. ഞാൻ പറഞ്ഞ സംഭാഷണത്തിൽ കേൾക്കണമെന്ന് തന്നെ ഉറപ്പില്ല, കാരണം വെച്ചാൽ അത്രയും വെള്ളത്തിൻ്റെ പോക്ക. അപ്പോൾ എന്താ പറ്റിച്ചാലേ, എല്ലായിടത്തും കോവിഡിൻ്റെ ഇഷ്യൂ കാരണം ആരും ഉള്ളിലേക്ക് കയറ്റണില്ല. നോക്കി ഇവിടെ ഒരു കാഴ്ച കാണിച്ചു തരാം. ഫുൾ കൃഷി കേട്ടോ, കണ്ടില്ലേ. ഇവിടെയാണ് നമ്മുടെ ആകാശഗംഗ സിനിമയിൽ നമ്മുടെ കലാഭമണി സാറിനൊക്കെ എടുത്തിട്ട് പൊക്കണ സീനൊക്കെ ഇല്ലേ, പ്രേതം വന്നിട്ട്, അതൊക്കെ ഇവിടെയാണ്. ഈ ഭാഗത്താണ് അതൊക്കെ എടുത്തിട്ടുള്ളത്. ഒരു രക്ഷയില്ല, നമുക്ക് ഈ കുന്നിൻ്റെ മുകളിലേക്കാണ് പോകേണ്ടത് ആക്ച്വലി. കണ്ടില്ലേ, അത് ഗേറ്റൊക്കെ അടച്ചിട്ടേക്കുക കോവിഡിൻ്റെ ഇഷ്യൂ കാരണം. അപ്പോൾ ഇതും വേറൊരു ലൊക്കേഷനാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒറ്റപ്പാലം വരുന്നുണ്ടെങ്കിൽ ഇതും മറക്കാതെ വരിക. അതായത് അനങ്ങനടി എക്കോ ടൂറിസം എന്നാണ് ഇതിൻ്റെ പേര്. ഈ സ്റ്റെപ്പൊക്കെ കയറിയിട്ട് മുകളിലേക്ക് പോകണം ആക്ച്വലി. പക്ഷെ നമുക്ക് അങ്ങോട്ട് പോകാനുള്ള ഒരു രക്ഷയില്ല, പൂട്ടിയിട്ടേക്ക്. ചെയ്യുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് മുകളിലേക്കൊക്കെ ഈ ഓവർ ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടെ ഒക്കെ പോയാലേ നല്ല ഷോട്ട്സ് കിട്ടിയാലേ. അപ്പോൾ മിസ്സായി. മലയാള സിനിമയിൽ ഒരുപാട് മലയാള ഫിലിംസിൽ വന്നിട്ടുള്ള ലൊക്കേഷനായി നിൽക്കുന്നത്. പക്ഷേ നമ്മുടെ ഒരു കഷ്ടകാലം കൊണ്ട് നമുക്ക് ഈ മലയുടെ മുകളിലേക്ക് പോകാൻ പറ്റുന്നില്ല. മുകളിൽ പോയാലാണ് നമുക്ക് ശരിക്കുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ. സിനിമയിൽ കണ്ടിട്ടുള്ള കുറേ കാഴ്ചകൾ അവിടെ നിന്ന് ഷൂട്ട് ചെയ്താലേ കിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ നമുക്കിന് മുകളിലേക്ക് കയറാം ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ്.
അപ്പോൾ നമ്മൾ ഒളപ്പമണ്ണ മനയിലെത്തിയിരിക്കുകയാണ്. ഒളപ്പമണ്ണ മന നമ്മുടെ ഇന്നിൻ്റെ മൊയ്തീൻ, അതുപോലെ ആകാശഗംഗ 2, ആകാശഗംഗ 1 ഇതൊക്കെ ഷൂട്ട് ചെയ്ത് ഇവിടെയാണ്. നമുക്കതിൻ്റെ കാഴ്ചയിലേക്ക് പോകാം. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ എന്നിൻ്റെ മൊയ്തീൻ, അതായത് മൊയ്തീൻ്റെ വീടായിട്ട് കാണിച്ചിട്ടുള്ള മനയാണ് ഒളപ്പമണ്ണ മന. ഇത് ചെറുപ്പശ്ശേരിയിലും വെള്ളിനേഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്ഥിതി ചെയ്യണത്. നമുക്ക് ഇവിടെ നിന്ന് സ്റ്റെപ്പ് കയറി മുകളിൽ നിന്ന് നോക്കി നോക്കാം. അപ്പോൾ എന്തൊക്കെയാണ് കാണണേ നോക്കാമല്ലോ. ഇതാണ് ഈ ഒളപ്പമണ്ണ മനയുടെ പത്തായപ്പുര. ഈ പത്തായപ്പുരയൊക്കെ ഒരുപാട് സിനിമകളിൽ വന്നിട്ടുണ്ട്. ഇപ്പുറത്ത് നോക്കുമ്പോഴാണ് നമ്മുടെ ആ മൊയ്തീൻ സിനിമയിലത്തെ ശരിക്കുള്ള വ്യൂ കിട്ടുക. കണ്ടല്ലേ? പിന്നെ സിനിമ ഷൂട്ട് ചെയ്യുന്ന നേരത്ത് നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ അവർ സിനിമാക്കാർ വരുത്തും. അപ്പോൾ ഈ ഭാഗത്ത് ഒരു കാർ ഷെഡൊക്കെ പണിതു ഇന്നതിൻ്റെ മൊയ്തീനിൽ. അതുപോലെ തന്നെ ആക്ച്വലി ഇവിടേക്ക് ഇവിടുന്ന് വഴിയൊന്നുമില്ല. പക്ഷേ മൊയ്തീൻ ആണ് ആ സിനിമയിൽ അവിടെ ആക്ച്വലി ഒരു ക്ലൈമാക്സ് ഭാഗമൊക്കെ ഷൂട്ട് ചെയ്ത് ഈ ഭാഗത്താണ്, ഈ ഏരിയയിലാണ്. അവിടെ ഒരു കൃത്യമായിട്ട് അവർ ഒരു സെറ്റൊക്കെ ഇട്ടു. അതുപോലെ വീടും വ്യത്യാസം വരുത്തും. ഇപ്പോൾ വരിക്കാശ്ശേരി മനയാകുമ്പോൾ അവിടെ ഒരു സിനിമ ഷൂട്ട് ചെയ്തില്ലേ, മൈലാഞ്ചി മഞ്ചുള്ള വീട്. അപ്പോൾ വരിക്കാശ്ശേരി മനയിൽ കംപ്ലീറ്റ് സെറ്റ് വർക്ക് ചെയ്തിട്ട് ആ വീടാണെന്ന് മനസ്സിലാവില്ല, ആ രീതിയിൽ പെയിൻ്റൊക്കെ ചെയ്ത് മാറ്റി. അതുപോലെ തന്നെ ഇവിടെ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്തേ കംപ്ലീറ്റ് മാറ്റം അവർ വരുത്തും. കുറേ മാറ്റങ്ങൾ വരുത്തും അവർ. നമുക്ക് മനസ്സിലാവില്ല, മാതിരി മാറ്റങ്ങളാണ് അവർ വരുത്തുക. ആക്ച്വലി ഇതാണ് മനയുടെ ശരിക്കുള്ള രൂപം. സിനിമ ഷൂട്ട് ചെയ്യുന്ന നേരത്ത് ഇവിടെ കുറച്ച് സ്ട്രിക്റ്റായിട്ട് ആൾക്കാരെ അങ്ങോട്ട് കയറ്റൊന്നുമില്ല. അല്ലാത്ത സമയത്ത് ഇതുപോലെയൊക്കെ വന്നിട്ട് ഷൂട്ട് ചെയ്തിട്ടൊക്കെ പോവാം. ഇപ്പോൾ കോവിഡ് കാലമായ കാരണം ഇവർ പൈസ പേടിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ പൈസ ഒന്നും പേടിക്കണില്ല. നമുക്ക് ഫ്രീ ആയിട്ട് വന്ന് കണ്ടു പോകാൻ പറ്റുന്ന ഒരു മനയാണ്. മനയുടെ ഉള്ളൊന്നും ഞാൻ ഷൂട്ട് ചെയ്യണില്ല കേട്ടോ, ഒരുപാടുണ്ട് ഇതിൽ നമുക്ക് കാണിക്കാനായിട്ട്. പക്ഷെ നമുക്ക് കുറച്ച് പരിമിതികളും ഉണ്ട്. ഇവിടെ ആൾക്കാർ താമസമുണ്ട്, അതുകൊണ്ട് അറിയാലോ മനയാണ്, ഇല്ലാണ്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് പരിമിതികൾ നമുക്കുണ്ട്. ഇപ്പോൾ നമ്മൾ മനയുടെ സൈഡിലേക്കൊന്ന് പോവാം കേട്ടോ. മനയുടെ സൈഡിലത്തെ കാഴ്ചകളാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരണേ. നോക്കൂ, മുകളിലായിട്ട് ഒളപ്പമണ്ണ മന ദേവി പ്രസാദം ട്രസ്റ്റ് വെള്ളിനേഴി പാലക്കാട് ഡിസ്ട്രിക്റ്റും കൂടി എഴുതി വെച്ചിട്ടുണ്ട്. ഇത് അവരുടെ ഓഫീസ് കെട്ടിടമാണ്. കണ്ടില്ലേ എത്ര തൂണാന്ന് നോക്കൂ. ശരിക്കും ഒരു രക്ഷയില്ലാത്ത മനയാട്ടോ. തീർച്ചയായിട്ടും ഈ ഒറ്റപ്പാലം ഭാഗത്ത് വരുന്നുണ്ടെങ്കിൽ വരിക്കാശ്ശേരി മന മാത്രം കാണാതെ ബാക്കിയുള്ള ഇതുപോലെയുള്ള തൃക്കങ്കോട് മനയാണെങ്കിലും ഒളപ്പമണ്ണ മനയാണെങ്കിലും ഒക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അല്ലെങ്കിൽ ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ കാണാനുള്ളത്. വലിയ മന കേട്ടോ, ഒരു രക്ഷയില്ല മന. നമ്മൾ സൗണ്ട് കുറച്ച് പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഒരു മനയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് നമ്മുടെ വീട്ടിൽ താമസമുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ കാരണം ഒരു ശല്യം വരാൻ പാടില്ല. കാരണം കോവിഡിൻ്റെ കാലഘട്ടമാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിലൊക്കെ വരുമ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇപ്പോൾ അവരിതിൻ്റെ ഉള്ളിൽ കയറ്റി തന്നെ. എസ്പെഷ്യലി ഇവിടുത്തെ തമ്പുരാനൊക്കെ നമുക്ക് കുറേ സഹായം ചെയ്തു. പിന്നെ സിനിമയിൽ വന്നിട്ടുള്ള ഓരോ സ്ഥലങ്ങളൊക്കെ നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് കാണുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ടല്ലോ, അത് ശരിക്കും വല്ലാത്തൊരു ഫീൽ കേട്ടോ. ഇപ്പോൾ ഇന്നെൻ്റെ മൊയ്തീൻ സിനിമയിൽ ഇപ്പോൾ ഇവിടേക്ക് നിന്നിട്ടാണ് അവർ ആ മൊയ്തീൻ സിനിമയിൽ ഒരുപാട്, അതായത് പൃഥ്വിരാജ് സാറിൻ്റെ വീടായിട്ട് കാണിച്ചിട്ടുള്ളത് ഇതാണല്ലോ, സായികുമാർ സാറിൻ്റെ വീടായിട്ട് കാണിച്ചിട്ടുള്ളത് ഈ മനയാണ്. അപ്പോൾ അവിടെ ഉണ്ടാവണ ഒരുപാട് സീൻസ് ഇവിടെയാണ് എടുത്തിട്ടുള്ളത്. ഒട്ടുമിക്ക സീൻസും ഇവിടെയാണ് ഉള്ളത്. അതുപോലെ തൂണൊക്കെ ഉണ്ടല്ലേ, എന്താ വലിപ്പം, അതിൻ്റെയൊക്കെ രക്ഷയില്ലാത്ത തൂണാട്ടോ.
അല്ല തൂണ് മാത്രം പറഞ്ഞ പോലെ എൻ്റെ പണിയാണ് കടച്ചിൽ. അധികം പഴക്കമുണ്ട് ഈ മനക്കില്ലേ. 300 വർഷത്തേക്ക് പഴക്കം. അവർ വന്നിട്ടൊരു 10-600-700 ആയിട്ടുണ്ടാവും. അതൊന്നും അത്ര വലിയ പേരെ കിട്ടിയില്ല. അന്നത്തെ കാലത്ത് അങ്ങനെ ഇതില്ലല്ലോ, ഒരു ഓല മഞ്ഞത്ത് കിട്ടിയുള്ള ഒരു കാലത്ത് വന്നിട്ടുണ്ടാവും. അത് 4 കെട്ടായാലും പിന്നെ 8 കെട്ടാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. കുട്ടികൾ വരുന്നുണ്ട്. ഈ 4 കെട്ട് എന്ന് പറയുമ്പോൾ ഒരു നട പറ്റും. 8 കെട്ട് എന്ന് പറയുമ്പോൾ നടുമുറ്റം വരും. 16 കെട്ട് പറയുമ്പോൾ 4 നടുമുറ്റം. ഇപ്പോ 4 കെട്ട് ഇത് 4 കെട്ട് ഇവിടുന്നുള്ള പഴയ 4 കെട്ടുകളൊക്കെ കൊടുത്ത് ബാംഗ്ലൂരൊക്കെ ഇഷ്ടം പോലെ 4 കെട്ടുകളാണ് ഇവിടെ കേരളത്തിൽ പിടിച്ച് കൊണ്ടുപോയിട്ട് അതേപോലെ ഇത് 8 കെട്ടാണ്. 2 നടുമുറ്റുണ്ടോ? ഓക്കെ. ഈ പരിക്കാശ്ശേരി മനയൊക്കെ അത് 4 കെട്ടാണ്. ശേഷം അവിടുന്ന് തൊട്ട് മാറിയാലേ പിന്നെ ഇവിടെയായിട്ട് നമുക്കൊരു കുളം കാണാം. പടിപ്പരയൊക്കെ ആയിട്ടുള്ളൊരു കുളം. നേരത്തെ പറഞ്ഞില്ലേ വേറൊരു അമ്പലം ഇവിടെ ഇപ്പുറത്തുണ്ടെന്ന്. ആ അമ്പലമാണ് ഈ കാണുന്നത് കേട്ടോ. ഇവിടെയൊക്കെ വന്നാൽ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ സിനിമാക്കാർക്ക് ഈ കാണികളുടെ ശല്യം ഉണ്ടാവില്ല. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ വളരെ ചിലവ് ചുരുങ്ങിയിട്ട് അവർക്ക് എന്തും ഷൂട്ട് ചെയ്യാം. മാത്രമല്ല അവർക്ക് വിചാരിച്ച പോലെ അതായത് ഒരുപാട് സെറ്റ് വർക്കുകളും ചെയ്യാനൊക്കെ സ്ഥലമുണ്ട്. മാത്രമല്ല എന്തും അവർക്ക് ഇവിടെ കിട്ടും. ഇപ്പോൾ അവർ അമ്പലത്തിൻ്റെ സീൻ ഒരു സിനിമയിൽ വേണമെന്ന് വിചാരിക്കും. അപ്പോൾ അവർക്ക് ഇതുണ്ട് ആ കാണുന്നത് അമ്പലമാണ്. അപ്പോൾ ആ സീന് അവർക്ക് പുറത്ത് പോയിട്ടൊരു അമ്പലം ഷൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കുളത്തിൻ്റെ ഭാഗം, അപ്പോൾ അത് ഇവിടെ തന്നെ കുളമുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ വേറൊരു ഒരു വണ്ടി വരുന്ന സീനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കട്ട് ഷോട്ടൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഇത് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ ഈ ഒളപ്പമണ്ണ മനയും വരിക്കാശ്ശേരി മന, തൃക്കങ്കോട് മന, പൂമുള്ളി മന എന്നൊക്കെ പറഞ്ഞ മനകളൊക്കെ യൂസ് ചെയ്യണത് അതുകൊണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഒറ്റപ്പാലത്ത് വന്ന ഒരുപാട് മനകളും ഒരുപാട് ലൊക്കേഷൻസും ഉണ്ട്. ശരിക്കും എക്സ്പ്ലോർ ചെയ്യാനായിട്ട് 2 ദിവസം 3 ദിവസം വേണ്ടി വരും. മനകൾ മാത്രം എക്സ്പ്ലോർ ചെയ്യാച്ചാൽ ഞാൻ എല്ലാ മനകളൊന്നും കാണിക്കണില്ല. ഞാൻ കുറച്ച് ഫേമസ് ആയിട്ടുള്ള സിനിമ ലൊക്കേഷൻസ് മാത്രമാണ് കാണിച്ചിട്ടുള്ളത്. അത് നമുക്ക് കാണിക്കാൻ ശരിക്കും പറ്റിയില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഒളപ്പമണ്ണ മനയുടെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ കാണണമെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ബെൽ ബട്ടൺ കൂടി ഒന്ന് എനാബിൾ ചെയ്തിടുക. എൻ്റെ സോഷ്യൽ മീഡിയ പേജസായ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ, ഷെയർചാറ്റ് അതുകൂടി ഒന്ന് ഫോളോ ചെയ്തേക്കണം. അപ്പോൾ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരെയും തൽക്കാലം ബൈ. നമസ്കാരം.